പഠനത്തിലുള്ള കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞൊരു വീഡിയോയ്ക്ക് വന്ന കമൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അതിൻ്റെ ഒരു ടെക്നിക്സ് ഓരോന്നായിട്ട് പറയാമെന്ന് വിചാരിച്ചത്. ആദ്യമായിട്ട് നമ്മൾ എല്ലാവരുടെ കാര്യത്തിലും, കുട്ടികളുടെ മാത്രമല്ല നമ്മുടെയൊക്കെ കാര്യത്തിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു ടിപ്പ് പറയാം. അപ്പം നമ്മളുടെയൊക്കെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ, എന്തെങ്കിലും ഒരു കാര്യം മറന്നാൽ നമ്മൾ അവിടെ കിടന്ന് ഇങ്ങനെ പരതും, എവിടെയാണ് കൊണ്ടുവച്ച്, എന്താ ചെയ്ത്, ഇങ്ങനെ പരതിക്കൊണ്ടിരിക്കും. നമ്മൾ ആരും ചിന്തിക്കില്ല ഇത് നമ്മൾ എന്താ ചെയ്ത്, അങ്ങനെ എവിടെ വെച്ചിട്ടുണ്ടാവുക, സാധ്യത എന്താണ്, ഒന്നും ആലോചിക്കില്ല. ആ സമയത്ത് അവിടെ മുഴുവൻ വലിച്ചു വാരിയിട്ട് പരതിയെല്ലാം നോക്കി, ഇപ്പോൾ കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും അത് ചെയ്യും. ഇപ്പോൾ കുട്ടികളുടെ അടുത്ത് നമ്മൾ പറയണം, നീ എന്ത് ഇങ്ങനെ എല്ലാം വലിച്ചിട്ട് ചെയ്യണേ വെച്ചാൽ അവരെന്ത് പറയും, അമ്മ തന്നെയല്ലേ ചെയ്യണം, അമ്മയെല്ലാം വലിച്ചിട്ടല്ലേ ചെയ്തിരിക്കുന്നത്, ഇത് കാണണ്ടേ, ഇതാണ് അവർ പറയുന്ന ഒരു ഉത്തരം. അപ്പോൾ ആദ്യം അവിടെ ഒരു സ്ട്രഗിളും വഴക്കും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ എന്ത് ചെയ്യും, കുട്ടികൾ ഇത് കണ്ടില്ല എന്ന് പറഞ്ഞാൽ, ഒരു ആവലാതി പറഞ്ഞാൽ അവർ ചിലപ്പോൾ അവരുടെ കാര്യം നോക്കി അങ്ങ് പോകും. പിന്നെ അമ്മമാർക്കോ അല്ലെങ്കിൽ അച്ഛനോ അല്ലെങ്കിൽ ആരാണോ പാരന്റൽ ഗാർഡിയനായി നിൽക്കണ വെച്ചാൽ അവരുടെ റെസ്പോൺസിബിലിറ്റി ഈ കണ്ടില്ല എന്ന് പറഞ്ഞ സാധനം തപ്പിയെടുക്കല്ലേ, പ്രധാനമായിട്ട് പുസ്തകങ്ങളൊക്കെ ആണെങ്കിൽ. കാരണം കുട്ടി സ്കൂളിലേക്ക് പോകണല്ലോ, കൃത്യമായിട്ട് പഠിക്കണല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കും. പക്ഷെ നമ്മൾ അവരെ കൊണ്ട് തന്നെ അത് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അതിനൊരു വ്യത്യാസമുണ്ട്. നമ്മൾ നമ്മുടെ ബ്രെയിനിൻ്റെ അടുത്ത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കും, നമ്മൾ അത് എന്താ ചെയ്തത്, അപ്പോൾ ഈ പുസ്തകം നമ്മൾ എവിടെ വെച്ചിട്ടുണ്ടാവുക, അതിന് കുറച്ച് മുമ്പ് നമ്മൾ എവിടെ പോയിട്ടുണ്ടാവുക, ഇങ്ങനെ നമ്മളിൽ തന്നെ ഡ്വെൽ ചെയ്തുകൊണ്ടിരിക്കണം. അതായത് മെമ്മറൈസ് ചെയ്യണം, നമ്മൾ ആദ്യം എന്താ ചെയ്തിട്ടുണ്ടാവുക, നെക്സ്റ്റ് എന്താ ചെയ്തിട്ടുണ്ടാവുക. പിന്നെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് വരുമ്പോഴാണ് നമുക്ക് ശരിയാ, ഞാൻ ഇന്നലെ ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ നേരെ പുസ്തകം എടുത്ത് അടുക്കളയിൽ കൊണ്ടുവന്ന് വെച്ച് ഞാൻ അമ്മയുടെ അടുത്ത് വർത്താനം പറഞ്ഞു. അമ്മയുടെ അടുത്ത് വർത്താനം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ പുസ്തകത്തെ കാണിച്ചത്. അല്ലെങ്കിൽ ആരാണോ ടേക്ക് കെയർ ചെയ്യണത് അവരുടെ അടുത്ത് വന്നപ്പോഴാണ് ഞാൻ ഈ പുസ്തകം കാണിച്ചത്. അപ്പം എനിക്ക് ഓർമ്മ വന്നു, ആ പുസ്തകം എന്നിട്ട് ഞാൻ എടുത്തിട്ട് അവിടെ മേശപ്പുറത്ത് വെച്ചതിന് ശേഷം ഞാൻ ഈ ബാഗ് അങ്ങ് കൊണ്ടുപോയി. കാരണം എല്ലാവരും അത് കാണിക്കാം, അല്ലെങ്കിൽ ആ മാർക്ക് കാണിക്കാൻ വിചാരിച്ചു, അല്ലെങ്കിൽ അത് എഴുതാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ എന്തെങ്കിലും ഇപ്പം ഡ്രസ്സാണെങ്കിലും വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തായാലും മിസ്സായി കഴിഞ്ഞാൽ നമ്മൾ ആ ഭാരം മറ്റുള്ളവരിലേക്ക് കൊടുക്കാതെ നമ്മൾ തന്നെ അന്വേഷിക്കുക, ഇത് എവിടെയാണ്. വലിയവർക്കും ഈ പ്രശ്നമുണ്ട്, നമ്മൾ മറക്കും, എന്താണ് എവിടെ വെച്ച്, എന്താ കാര്യമൊക്കെ മറക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഏറ്റവും എളുപ്പമുള്ള ആളെ വിളിക്കും. ഇപ്പം ഞാൻ എൻ്റെ ഒരു മറവിയുടെ ഭാഗത്താണെങ്കിൽ ഇവിടെ എനിക്ക് ഉഷ ഉണ്ട്, ജയന്തി, എൻ്റെ 2 കൂടുള്ള ആൾക്കാരാണ്. ഞാൻ അവരോട് ചോദിക്കും, നിങ്ങൾ കണ്ടുപോയിരിക്കും. പിന്നെ ഞാൻ ചിലപ്പോൾ അത് വിട്ടങ്ങ് പോകും, പക്ഷെ ഇവരെനിക്ക് തിരഞ്ഞു തരും. അപ്പം ഈ തിരഞ്ഞു തരുമ്പോൾ എനിക്ക് ബ്രെയിനിന് വലിയ പണിയൊന്നും കൊടുക്കാനില്ല, കാരണം എനിക്കത് കിട്ടി. ഇത്തരം സാഹചര്യത്തിൽ നമ്മൾ നമ്മളെ തന്നെ ഡ്വെൽ ചെയ്യുക, നമ്മൾ നമ്മളെ തന്നെ ആലോചിക്കുക, മെമ്മറൈസ് ചെയ്യുക. 2 ദിവസം മുമ്പൊക്കെ മറന്ന കാര്യമാണെങ്കിൽ നമ്മൾ അന്ന് എന്താ ഇട്ടുണ്ടായിരുന്നേ, നമ്മൾ ആദ്യം എന്താ ചെയ്തേ, എങ്ങനെയാണ് ചെയ്തേ, ഇങ്ങനെ നമ്മൾ നമ്മുടെ ബ്രെയിനിന് പണി കൊടുത്തുകൊണ്ടിരിക്കും തോറും നമ്മളുടെ ഉള്ളിൽ ഉള്ള ആ ഒരു മറവി എന്നുള്ള ഒരു സംഭവം മായാനും ഒപ്പം തന്നെ നമ്മുടെ ഒരു കോൺസെൻട്രേഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് വെറും സാധാരണ ഒരു ടിപ്പാണ്. ഇനി അതല്ലാതെയുള്ള ഗെയിംസും ബാക്കി ടിപ്പുകളുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു.